സിംഗുലാർ വാല്യൂ ഡീകമ്പോസിഷൻ. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സിംഗുലാർ വാല്യൂ ഡീകമ്പോസിഷൻ ഓഫ് എ മെട്രിക്സ് എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ്. സോ ഒരു മെട്രിക്സ് നമുക്ക് തന്നിട്ടുണ്ട്. ഇത് m/n മെട്രിക്സ് ആണ്. സ്ക്വയർ മെട്രിക്സ് ആവണമെന്ന് നിർബന്ധമില്ല. ഒരു റെക്ടാങ്കുലാർ മെട്രിക്സ് സ്ക്വയർ മെട്രിക്സ് ആവാം, എന്തും ആവാം. m/n ഓർഡറിലുള്ള മെട്രിക്സ് ആണ്. ഇതിന്റെ SVD എന്ന് പറയുന്നത് സിംഗുലാർ വാല്യൂ ഡീകമ്പോസിഷൻ ഓഫ് A എന്ന് പറയുന്നത് ഈ ഫോമിലാണ്. അതായത് A എന്ന് പറയുന്നത് നമുക്ക് m/n മെട്രിക്സ് ആണ്. ആൻഡ് U സിഗ്മ V ട്രാൻസ്പോസ് A എന്ന് പറയുന്ന മെട്രിക്സിന് U സിഗ്മ V ട്രാൻസ്പോസ് ഈ മൂന്ന് മെട്രിക്സിന്റെ പ്രോഡക്റ്റ് ആയിട്ട് ഇങ്ങനെ എഴുതാൻ പറ്റും. സോ ഇതാണ് സിംഗുലാർ വാല്യൂ ഡീകമ്പോസിഷൻ ഓഫ് A എന്ന് പറയുന്നത്. അവിടെ ഓർഡർ ഇമ്പോർട്ടൻ്റ് ആണ്. ഓർഡർ എന്ന് ഇവിടെ എയുടെ ഓർഡർ എന്ന് പറയുന്നത് m/n ആണ്. സോ A m/n ആൻഡ് സിഗ്മയും എയും ഒരേ ഓർഡറിലായിരിക്കണം. അതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം. സിഗ്മയും എയും ഒരേ ഓർഡറിലായിരിക്കണം. അതായത് നമ്മൾ ഈ സെന്ററിലിടുന്ന മെട്രിക്സ് അതൊരു ഡയഗണൽ മെട്രിക്സ് ആണ്. അത് എയുടെ അതേ ഓർഡറിലായിരിക്കണം m/n മെട്രിക്സ്. നെക്സ്റ്റ് നമ്മളിത് m/n മെട്രിക്സ് ആണ്. സോ യു എമ്മിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യും. സോ ഇത് തന്നിരിക്കുന്നത് നമുക്ക് എപ്പോഴും കിട്ടുന്നത് സ്ക്വയർ മെട്രിക്സ് ആയിരിക്കും. സോ ഇത് m/m, കാരണം ഇവിടെ സ്റ്റാർട്ട് ചെയ്യേണ്ടത് എമ്മിലായിരിക്കണം. അപ്പോൾ ഇത് എൻഡ് ചെയ്യുന്നത് എമ്മിലായിരിക്കണം. അപ്പോൾ ഇവിടെ എന്താണോ എൻഡ് ചെയ്യുന്നത് അവിടെ വേണം അടുത്ത മെട്രിക്സിന് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി. അങ്ങനെയാണ് മാത്രമേ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാൻ പറ്റും. സോ n/n ഇവിടെ എൻഡ് ചെയ്യുന്നതായിരിക്കണം ഈ എൻഡിങ്. അത് തന്നെ ഇവിടെ എൻഡ് ചെയ്യണം. ഈ സ്റ്റാർട്ടിങ് തന്നെ ഇവിടെ സ്റ്റാർട്ട് ചെയ്യണം. സോ m/n മെട്രിക്സ് ആണ് A. ഇതിന്റെ സെയിം ഓർഡറിലായിരിക്കണം സിഗ്മ. നമ്മൾ സെന്ററിലിടുന്ന ഡയഗണൽ മെട്രിക്സ്. സിഗ്മ എന്ന് പറയുന്നത് സെന്ററിലെ മെട്രിക്സ്. ഇത് ഡയഗണൽ മെട്രിക്സ് ആണ്. ഏഗൺ വാല്യൂസ് ആയിരിക്കും ഡയഗണൽ എലമെന്റ്സ് ആയിട്ട് വരുന്നത്, സ്ക്വയർ റൂട്ട്. അതേപോലെ U എന്ന് പറയുന്ന മെട്രിക്സും V എന്ന് പറയുന്ന മെട്രിക്സും ഓർത്തോഗണൽ മെട്രിക്സുകളാണ്. അതായത് ഇതിന്റെ കോളംസ് ഓർത്തോഗണൽ വെക്ടേഴ്സ് ആയിരിക്കും. വിയും ഓർത്തോഗണൽ മെട്രിക്സ് ആണ്. സോ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം എങ്ങനെയാണ് ഡീകമ്പോസിഷൻ ചെയ്യാന്നുള്ളത്. ഫസ്റ്റ് ഞാനൊരു 2x2 മെട്രിക്സ് എടുത്തിട്ടുണ്ട്. സ്ക്വയർ മെട്രിക്സ് ആവുമ്പോൾ എങ്ങനെയാണ് ഇതിന്റെ ഡീകമ്പോസിഷൻ വരുന്നത് നോക്കാം. A ഒരു സ്ക്വയർ മെട്രിക്സ് ആണ്. നമുക്കിവിടെ A is equal to U സിഗ്മ V ട്രാൻസ്പോസ് ഇങ്ങനെ എഴുതാൻ പറ്റണം. സോ ഇവിടെ U സിഗ്മ V ട്രാൻസ്പോസ് A എന്ന് പറയുന്നത് 2x2 മെട്രിക്സ് ആണ്. സോ U എന്ന് പറയുന്നത് 2ൽ സ്റ്റാർട്ട് ചെയ്യും. സിഗ്മ സെയിം ഓർഡർ ആണ്. അത് ആദ്യം ശ്രദ്ധിക്കുക. സിഗ്മ സെയിം ഓർഡർ ആണ് 2x2. സോ U 2x2 ആയിരിക്കണം. ആൻഡ് ഇവിടെ എൻഡ് ചെയ്തുകൊണ്ട് 2, ഇവിടെ എൻഡ് ചെയ്യുന്നത് 2ലാണ്. സോ 2 എല്ലാം 2x2 മെട്രിക്സ് ആണ്. സോ എയുടെ അതേ ഓർഡറിലാണ്. സ്ക്വയർ മെട്രിക്സ് ആണെങ്കിൽ എല്ലാം അതേ ഓർഡറിലായിരിക്കും വരിക. സോ അതിന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് ആദ്യം വേണ്ടത് ഈ U എന്ന് പറയുന്ന മെട്രിക്സ് കണ്ടുപിടിക്കാം. സോ U എന്ന് പറയുന്ന മെട്രിക്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം A ഇൻറ്റു A ട്രാൻസ്പോസ് എന്ന് പറയുന്ന മെട്രിക്സ് കാണണം. ഇതാണ് A. സോ A എന്ന് പറയുന്നത് 2, 2, 1, 1 ആണ്. ഇതിന്റെ ട്രാൻസ്പോസ് എടുത്താൽ ട്രാൻസ്പോസ് എന്ന് പറയുമ്പോൾ റോ കോളം ആയിട്ട് എഴുതാം. സോ A ഇൻറ്റു A ട്രാൻസ്പോസ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുക. 2 ഇൻറ്റു 2 4 പ്ലസ് 4. സോ ഫസ്റ്റ് എലമെന്റ് 8 വരും. ആൻഡ് 2 ഇൻറ്റു 1 2 പ്ലസ് 2 4. സെക്കൻഡ് റോ ഫസ്റ്റ് കോളം 1 ഇൻറ്റു 2 പ്ലസ് 1 ഇൻറ്റു 2 4. 1 ഇൻറ്റു 1 പ്ലസ് 1 ഇൻറ്റു 1 2. സോ ഇങ്ങനെ വരും A ഇൻറ്റു A ട്രാൻസ്പോസ് എന്ന മെട്രിക്സ്. ഓക്കെ, ഇനി A ഇൻറ്റു A ട്രാൻസ്പോസ് എന്ന മെട്രിക്സിന് യുവിൽ എത്തണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ എയ്ഗൺ വാല്യൂസും കറസ്പോണ്ടിങ് എയ്ഗൺ വെക്ടേഴ്സും കാണണം. സോ A ട്രാൻസ്പോസ് എന്ന് പറയുന്ന മെട്രിക്സിന്റെ എയ്ഗൺ വാല്യൂസ് A ഇൻറ്റു A ട്രാൻസ്പോസ് മൈനസ് ലാംഡ I ഈക്വൽ ടു, എയ്ഗൺ വാല്യൂസ് കാണാൻ ഈ മെട്രിക്സ് നമ്മൾ കൺസിഡർ ചെയ്യണം. A ഇൻറ്റു A ട്രാൻസ്പോസ് ഇതാണ് 8, 4, 4, 2 മൈനസ് ലാംഡ ഇൻറ്റു I, അതായത് ലാംഡ 0, 0, ലാംഡ. ഇവിടെ ഐഡന്റിറ്റി മാട്രിക്സ് 2x2 ആണ്. സോ ഇത് നമുക്ക് കിട്ടുന്നത് 8 മൈനസ് ലാംഡ 4, 4, 2 മൈനസ് ലാംഡ. നമ്മൾ ഡയഗണലിൽ മാത്രമാണ് ഇത് മൈനസ് ചെയ്ത് പോവാം.
സോ എ ട്രാൻസ്പോസ് മൈനസ് ലാംഡ ഇതാണ് ഈ മെട്രിക്സ് യൂസ് ചെയ്ത് നമുക്കിനി ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ കാണണം. അതിനുവേണ്ടി ഇതിന്റെ ഡിറ്റർമിനന്റ് ഈക്വൽ ടു 0 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 0 എന്ന് കൊടുക്കുക. അപ്പോൾ 8 മൈനസ് ലാംഡ ഇൻറ്റു 2 മൈനസ് ലാംഡ മൈനസ് 4 ഇൻറ്റു 4 ഈക്വൽ ടു 0 എന്ന് കിട്ടും. അതായത് 16 മൈനസ് 2 ലാംഡ മൈനസ് 8 ലാംഡ പ്ലസ് ലാംഡ സ്ക്വയർ മൈനസ് 16 ഈക്വൽ ടു 0. So 16 minus 16 cancel ആയി. This is lambda square minus 10 lambda equal to 0. So lambda വേറെ കോൺസ്റ്റന്റുകളൊന്നുമില്ല, നമുക്ക് ലാംഡേനെ കോമൺ ആയിട്ട് പുറത്തെടുക്കാം. സോ ലാംഡ മൈനസ് 10 ഈക്വൽ ടു 0 എന്ന് കിട്ടും. സോ ഇത് ഈക്വൽ ടു 0 ആണെന്നുണ്ടെങ്കിൽ പ്രൊഡക്റ്റ് 0 ആണെന്നുണ്ടെങ്കിൽ ഇതർ ലാംഡ 0 ആവണം, അല്ലെങ്കിൽ ലാംഡ മൈനസ് 10 0 ആവണം. അതായത് ലാംഡ ഈക്വൽ ടു 0, ലാംഡ ഈക്വൽ ടു 10. രണ്ട് eigen വാല്യൂസ് കിട്ടി. ലാംഡ ഈക്വൽ ടു 0 അല്ലെ 10. 0 and 10 ആണ് നമ്മൾ eigen വാല്യൂസ് ഓഫ് എ ഇൻറ്റു എ ട്രാൻസ്പോസ് മെട്രിക്സ്. ഇനി നമുക്ക് യുയിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ ഇതിന്റെ eigen വെക്ടർ കൂടെ കാണണം. കറസ്പോണ്ടിങ് eigen വെക്ടർ 0ന് കറസ്പോണ്ടിങ് eigen വെക്ടർ എടുക്കണം, 10ന് കറസ്പോണ്ടിങ് eigen വെക്ടർ എടുക്കണം. നമുക്ക് ഫസ്റ്റ് 10ന്റെ eigen വെക്ടർ കാണാം. So lambda equal to 10ന് കറസ്പോണ്ടിങ് eigen വെക്ടർ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ eigen വെക്ടർ കാണാൻ എ ട്രാൻസ്പോസ് മൈനസ് 10 ഇൻറ്റു ഐ, ലാംഡക്ക് പകരം 10 കൊടുത്തു, ഇൻറ്റു eigen വെക്ടർ എക്സ് എന്ന് ഞാൻ ഡിനോട്ട് ചെയ്തു. ഇത് ഈക്വൽ ടു 0 എന്നാണ്. എ മൈനസ് ലാംഡ ഐ എക്സ് ഈക്വൽ ടു 0. ഇത് യൂസ് ചെയ്തിട്ടാണ് എക്സ് eigen വെക്ടർ കാണുന്നത്. സോ എ ട്രാൻസ്പോസ് എന്ന് പറയുന്ന മെട്രിക്സിന് 10i മൈനസ് ചെയ്യുക. എ ട്രാൻസ്പോസ് നമുക്ക് കിട്ടിയത് 8 4 4 2 ആയിരുന്നു. മൈനസ് 10i എന്ന് പറയുന്നത് 10 0 0 10 ഇൻറ്റു എക്സ് എന്ന് പറയുന്ന മെട്രിക്സ് x1 x2 എന്ന് കൊടുക്കാം. സോ 0ന് 0 0 എന്ന് കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ 8 മൈനസ് 10 മൈനസ് 2 4 4 2 മൈനസ് 10 മൈനസ് 8 എന്ന് കിട്ടും. ഇൻറ്റു x1 x2 ഈക്വൽ ടു 0 0 എന്ന് കിട്ടും. സോ ഇത് നമ്മൾ സിസ്റ്റം സോൾവ് ചെയ്തത് മൈനസ് 2x1 പ്ലസ് 4x2 ഈക്വൽ ടു 0 ആൻഡ് 4x1 മൈനസ് 8x2 ഈക്വൽ ടു 0. രണ്ട് ഇക്വേഷൻ കിട്ടി. ഇത് ഓൾമോസ്റ്റ് സെയിം തന്നെയാണ്. ഇത് സോൾവ് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് മൈനസ് 2x1 പ്ലസ് 4x2 ഏതെങ്കിലും ഒന്ന് എടുത്താൽ മതി. ഈ രണ്ടും സെയിം തന്നെയാണ്. ഈക്വൽ ടു 0 ഇംപ്ലൈസ് നമുക്ക് മൈനസ് 2 ക്യാൻസൽ ചെയ്യാലോ. സോ x1 മൈനസ് 2x2 ഈക്വൽ ടു 0 എന്ന് എടുക്കാം. മൈനസ് 2നെ കോമൺ ആയിട്ട് എടുക്കാം. ആൻഡ് ഇപ്പുറത്തെ 0 ആണ്, ക്യാൻസൽ ചെയ്യാം. സോ മൈനസ് x1 മൈനസ് 2 ആണ് എടുത്തത്. സോ x1 മൈനസ് 2x2 ഈക്വൽ ടു 0 എന്ന് കിട്ടും. സോ അതായത് x1 ഇസ് ഈക്വൽ ടു 2x2 എന്ന് കിട്ടും. സോ x2ന് ഞാൻ 1 കൊടുക്കുവാണെങ്കിൽ എൻ്റെ x1 2 ആവും. അല്ലാതെ നമുക്ക് ഡയറക്റ്റ് ഇവിടുന്ന് x1 എന്താ x2 എന്നാന്ന് കിട്ടില്ല. ഈ ഇക്വേഷൻ സോൾവ് ചെയ്താലും ഇവിടെ തന്നെ എത്തുക. അപ്പം നമുക്ക് ചൂസ് ചെയ്യാം. ചൂസ് ചെയ്യാന്ന് പറയുന്നത് x1 എന്തോ x2 എന്തോ അതിലേതെങ്കിലും ഒന്ന് നമുക്ക് ചൂസ് ചെയ്യാം. ഞാനിവിടെ x2ന് 1 ആയിട്ട് ചൂസ് ചെയ്തു. x2 1 ആയിട്ട് ചൂസ് ചെയ്ത x1 എന്തായി 2 ആയി. 2 ഇൻറ്റു 1. സോ x1 ഈക്വൽ ടു 2. അപ്പം എൻ്റെ eigen വെക്ടർ എന്ന് പറയുന്നത് ഇപ്പം x1 x2 എന്ന് പറയുന്നത് 2 1 ഇങ്ങനെ കിട്ടും. സോ ഇതല്ല യുവിൽ ഇപ്പം ഞാൻ 10ന് കറസ്പോണ്ടിങ് 2 1 eigen വെക്ടർ കിട്ടി. ഇനി നമുക്ക് ലാംഡ ഈക്വൽ ടു 0ന് കറസ്പോണ്ടിങ് eigen വെക്ടർ കൂടെ വേണം. ലാംഡ ഈക്വൽ ടു 0 പറയുമ്പം എ ഇൻറ്റു എ ട്രാൻസ്പോസ് മൈനസ് 0 ഇൻറ്റു ഐ എക്സ് ഈക്വൽ ടു 0 ഇങ്ങനെയാണ് എടുക്കുക. 0 ആണ് eigen വാല്യൂ. അതായത് എ ട്രാൻസ്പോസ് എക്സ് ഈക്വൽ ടു 0. എ ട്രാൻസ്പോസ് എന്ന് പറയുന്ന മെട്രിക്സ് 8 4 4 2 ആയിരുന്നു. എക്സ് നമ്മൾ വെക്ടർ x1 x2.
and ഇത് 0, 0. So 8x1 plus 4x2 equal to 0. Next 4x1 plus 2x2 equal to 0. ഇതിൽ നിന്ന് 2 എടുത്ത് കളഞ്ഞാൽ നമുക്ക് സെക്കൻഡ് ഇക്വേഷൻ കിട്ടും. രണ്ടും സെയിം ആണ്. അപ്പോൾ ഏതെങ്കിലും ഒന്ന് എടുക്കാം. 4x1 2x2 എന്ന് അഗെയിൻ നമുക്ക് 2 കോമൺ ആയിട്ട് ക്യാൻസൽ ചെയ്യാം. 2x1 plus x2 equal to 0 എന്ന് കിട്ടും. That is 2x1 is equal to minus x2 എന്ന് കിട്ടും. സോ ഇവിടെ നമുക്ക് x1 1 ചൂസ് ചെയ്താൽ x2 എന്ന് പറയുന്നത് -2 ആയിട്ട് കിട്ടും. സോ ഞാൻ ചൂസ് ചെയ്യുന്നത് ചൂസ് x1 equal to 1 ചൂസ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ എൻ്റെ x2 എന്ന് പറയുന്നത് -2 ആയി. സോ x1 1 ആയാൽ minus x2 equal to 2. So x2 equal to -2. x2 -2 ആയി. ഇപ്പോൾ eigen vector corresponding to 0ന് corresponding eigen vector കിട്ടിയിരിക്കുന്നത് x1 1ഉം x2 -2 ആണ്. സോ രണ്ട് eigen vector നമുക്ക് കിട്ടിയിട്ടുണ്ട്. 10ന് correspondingഉം അതുപോലെ തന്നെ 0ന് correspondingഉം കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് u എന്ന് പറയുന്ന മെട്രിക്സ് എഴുതാം. നേരത്തെ പറഞ്ഞു u എന്ന് പറയുന്ന മെട്രിക്സ് ഓർത്തോനോർമൽ മെട്രിക്സ് ആണ്. അതിൻ്റെ കോളംസ് ഓർത്തോഗണൽ ആയിരിക്കും, ഓർത്തോനോർമൽ ആയിരിക്കും. അതായത് നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത് 2 1 എന്നും 1 -2 എന്നാണ്. ഞാൻ തന്നിരിക്കുന്ന 10ന് കറസ്പോണ്ടിങ് വെക്ടർ ഒരു കോളായിട്ട് എഴുതി, 0ന് കറസ്പോണ്ടിങ് വെക്ടറിന് നെക്സ്റ്റ് കോളായിട്ട് എഴുതിയ എൻ്റെ മെട്രിക്സ് ആയിട്ട് ഇങ്ങനെ വരും. സോ eigen വെക്ടേഴ്സിൻ്റെ മെട്രിക്സ് ആക്കി എഴുതി, കോളമായിട്ട് eigen വെക്ടേഴ്സ് എഴുതി. 10ന് കറസ്പോണ്ടിങ് ആണ് ആദ്യം എഴുതിയത്, 0ന് കറസ്പോണ്ടിങ് രണ്ടാമത്തെ കോളാക്കി. സോ ഇങ്ങനെ വരും. ഇനി നമ്മൾ u കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതിനെ നോർമലൈസ് ചെയ്യണം. നമുക്ക് ഓർത്തോ നോർമൽ ആയിരിക്കണം. സോ നോർമലൈസ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇതിന്റെ നോം കൊണ്ട് ഡിവൈഡ് ചെയ്ത് കൊടുക്കുക. നോം മീൻസ് ഫസ്റ്റ് വന്നത് 2 1. ഇപ്പൊ 2 ഡിവൈഡഡ് ബൈ സ്ക്വയർ റൂട്ട് ഓഫ്, നോം എന്ന് പറയുന്നത് സ്ക്വയർ റൂട്ട് ഓഫ് സം ഓഫ് സ്ക്വയേഴ്സ്, 2 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ. സെയിം 1നെ ഡിവൈഡ് ചെയ്ത് കൊടുക്കുക, സ്ക്വയർ റൂട്ട് ഓഫ് സം ഓഫ് സ്ക്വയേഴ്സ്, 2 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ. നെക്സ്റ്റ് ഇവിടെയും ചെയ്ത് കൊടുക്കുക, 1 ഡിവൈഡഡ് ബൈ സ്ക്വയർ റൂട്ട് ഓഫ് 1 സ്ക്വയർ പ്ലസ് -2 ഹോൾ സ്ക്വയർ. -2 ഡിവൈഡഡ് ബൈ സ്ക്വയർ റൂട്ട് ഓഫ് 1 സ്ക്വയർ പ്ലസ് -2 ഹോൾ സ്ക്വയർ. ഇങ്ങനെയാണ് നോർമലൈസ് ചെയ്യുന്നത്. ഓർത്തോ നോർമൽ ആക്കണം. ഇപ്പം നമുക്ക് കിട്ടിയിരിക്കുന്നത് 2 ഡിവൈഡഡ് ബൈ റൂട്ട് 5 എന്ന് കിട്ടും, 1 ഡിവൈഡഡ് ബൈ റൂട്ട് 5 ആൻഡ് 1 ബൈ റൂട്ട് 5 -2 ബൈ റൂട്ട് 5. സോ ഇങ്ങനെയാണ് മെട്രിക്സ് കിട്ടുക. ഇതാണ് നമ്മുടെ u എന്ന് പറയുന്ന മെട്രിക്സ്. അതായത് കറസ്പോണ്ടിങ് eigen വെക്ടേഴ്സിനെ കോളമാക്കി എഴുതി നമ്മളത് നോർമലൈസ് ചെയ്തു. ഓർത്തോ നോർമൽ ആക്കി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് u കിട്ടൂ. സോ ഇപ്പം നമ്മൾ എഴുതിയതാണ് u. eigen വെക്ടേഴ്സിനെ നോർമലാക്കി ഇപ്പം കിട്ടിയ മെട്രിക്സ് ആണ് u എന്ന് പറയുന്ന മെട്രിക്സ്. അപ്പം നമുക്ക് u എന്ന് പറയുന്ന മെട്രിക്സ് കിട്ടി. ഇനി നമുക്ക് v എന്ന് പറയുന്ന മെട്രിക്സും കൂടെ വേണം. ഇപ്പം നമ്മൾ a ഇൻറ്റു a ട്രാൻസ്പോസ് എന്ന് പറയുന്ന മെട്രിക്സ് ആണ് ചെയ്തത്. അതിന് കറസ്പോണ്ടിങ് eigen വാല്യൂസും eigen വെക്ടേഴ്സ് കണ്ടു. അതിനെ നോർമലൈസ് ചെയ്തിട്ടാണ് u കിട്ടിയത്. ഇനി നമുക്ക് നേരെ തിരിച്ച് എ ട്രാൻസ്പോസ് ഇൻറ്റു എ എന്ന് പറയുന്ന മെട്രിക്സ് കൂടെ കാണണം. എ ട്രാൻസ്പോസ് ഇൻറ്റു എന് കറസ്പോണ്ടിങ് ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് വി എന്ന് പറയുന്ന മെട്രിക്സ് കിട്ടുക. ഇതാണ് നമ്മൾ എ 2 2 1 1. ഫസ്റ്റ് നമുക്ക് എ ട്രാൻസ്പോസ് ആണ് എടുക്കേണ്ടത്. 2 2 1 1 കോളമാക്കി എഴുതുക. ഇതാണ് എ ട്രാൻസ്പോസ്. ഇനി എ എന്ന് പറയുന്ന മെട്രിക്സ് 2 2 1 1. ഇത് മെട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 2 into 2 4 plus 1 5 and 4 plus 1 5. നെക്സ്റ്റ് സെക്കൻഡ് റോ എടുത്താൽ 4 plus 1 5 അഗെയിൻ 5 തന്നെ കിട്ടും. സോ ഇതാണ് എ ട്രാൻസ്പോസ് എ എന്ന് പറയുന്ന മെട്രിക്സ്. നമുക്ക് ഡയറക്റ്റ് ഐഗൺ വാല്യൂ പറയാം, അല്ലെങ്കിൽ ഐഗൺ വാല്യൂസ് നമുക്ക് എ ട്രാൻസ്പോസ് എ മൈനസ് ലാംഡ ഐ എന്ന് പറയുന്ന മെട്രിക്സ് എഴുതിയിട്ട് നോക്കാം. സോ ഈ മെട്രിക്സ് വരുന്നത് ഡയഗണലിൽ മാത്രം ലാംഡ മൈനസ് ചെയ്ത് കൊടുക്കുക. 5 5 മൈനസ് ലാംഡ
ഇനി നമുക്കിതിൻ്റെ ഡിറ്റർമിനൻ്റ് എ ട്രാൻസ്പോസ് എ മൈനസ് ലാംഡ ഐ. ഡിറ്റർമിനൻ്റ് എന്ത് വരും? 5 മൈനസ് ലാംഡ ഇൻറ്റു 5 മൈനസ് ലാംഡ, അതായത് 5 മൈനസ് ലാംഡ ഹോൾ സ്ക്വയർ മൈനസ് 5 ഇൻറ്റു 5 25. സോ ഡിറ്റർമിനൻ്റ് ഇത് വരും. ഡിറ്റർമിനൻ്റ് ഈക്വൽ ടു 0 കൊടുത്താൽ നമ്മളെ ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ കിട്ടി. സോ ഇത് നമ്മൾ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ 5 മൈനസ് ലാംഡ ഹോൾ സ്ക്വയർ ഈക്വൽ ടു 25. 5 മൈനസ് ലാംഡ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 25 മൈനസ് 10 ലാംഡ പ്ലസ് ലാംഡ സ്ക്വയർ ഈക്വൽ ടു 25. സോ 25 ക്യാൻസൽ. ലാംഡ സ്ക്വയർ മൈനസ് 10 ലാംഡ ഈക്വൽ ടു 0 എന്ന് കിട്ടും. അഗെയിൻ നമുക്ക് കിട്ടുന്നത് ലാംഡ ഇൻറ്റു ലാംഡ മൈനസ് 10 ഇസ് ഈക്വൽ ടു 0. നേരത്തെ കിട്ടിയ പോലെ തന്നെ ലാംഡ ഈക്വൽ ടു 0 എന്നും ലാംഡ ഈക്വൽ ടു 10 എന്നും കിട്ടും. എ ട്രാൻസ്പോസിനും എ ട്രാൻസ്പോസ് എക്കും നോൺ സീറോ ഏഗൻ വാല്യൂസ് എപ്പോഴും സെയിം ആയിരിക്കും. ബാക്കി ഏഗൻ വാല്യൂസ് 0 ആയിരിക്കും ഓർഡർ ചേഞ്ച് ആണെങ്കിൽ. ഇവിടെ നമുക്ക് ഓർഡർ സെയിം ആണ്. രണ്ടും എ ട്രാൻസ്പോസ് എ ആയാലും എ ട്രാൻസ്പോസ് ആയാലും സെയിം ഓർഡറിലാണ്. സോ ഏഗൻ വാല്യൂസ് സെയിം ആയിരിക്കും. എന്നാലും നമ്മൾ കണ്ടുപിടിക്കാം. ലാംഡ ഈക്വൽ ടു 0യും ലാംഡ ഈക്വൽ ടു 10ഉം കിട്ടും. ഓക്കെ, അപ്പോൾ സെയിം ഏഗൻ വാല്യൂ ആണ്. നമുക്കിനി ഏഗൻ വെക്ടർ കാണാം. ഏഗൻ വെക്ടർ മാറും. ഞാൻ നേരത്തെ ലാംഡ ഈക്വൽ ടു 10 ആണ് ഫസ്റ്റ് എടുത്തത്, അതുകൊണ്ട് ലാംഡ ഈക്വൽ ടു 10 തന്നെ ഫസ്റ്റ് ചെയ്യുന്നത്. സോ നമ്മൾ എ ട്രാൻസ്പോസ് എ എന്ന് പറയുന്ന മെട്രിക്സിനാണ് ചെയ്യേണ്ടത്. ഇത് 5 5 5 ആണ്. ഇതാണ് എ ട്രാൻസ്പോസ് എ. ഏഗൻ വെക്ടർ കാണാൻ എ ട്രാൻസ്പോസ് എ മൈനസ് 10i ഇൻറ്റു ഒരു വെക്ടർ ഈക്വൽ ടു 0 എന്ന് കൊടുക്കാം. എ ട്രാൻസ്പോസ് എ ഇതാണ്. മൈനസ് 10 കൊടുക്കുമ്പോൾ ഡയഗണലിൽ മാത്രം മൈനസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ 5 മൈനസ് 10 മൈനസ് 5 വരും. ഈ എലമെന്റ് അങ്ങനെ തന്നെ ചെയ്യാം. നെക്സ്റ്റ് ഡയഗണൽ 5 മൈനസ് 10 മൈനസ് 5 വരും. സോ എക്സ് എന്ന് പറയുന്നത് x1 x2. നെക്സ്റ്റ് 0 എന്ന് പറയുന്നത് 0 0. സോ മൾട്ടിപ്ലൈ ചെയ്താൽ മൈനസ് 5x1 പ്ലസ് 5x2 ഈക്വൽ ടു 0 എന്ന് വരും. നെക്സ്റ്റ് 5x1 മൈനസ് 5x2 രണ്ടും ഓൾമോസ്റ്റ് സെയിം ആണ്. സോ നമുക്ക് ഇവിടുന്ന് 5നെ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ മൈനസ് x1 പ്ലസ് x2 ഈക്വൽ ടു 0. 5 കോമൺ ആയിട്ട് എടുത്തു, ഇങ്ങോട്ട് എടുത്തു. സോ x2 ഇസ് ഈക്വൽ ടു x1 എന്ന് കിട്ടി. സോ x1 x2 സെയിം ആണ്. സോ രണ്ടിനും നമുക്ക് വാല്യൂസ് ഇവിടുന്ന് കിട്ടുന്നില്ല. സോ നമ്മൾ ചൂസ് ചെയ്യുക. ചൂസ് x1 ഈക്വൽ ടു 1 ചൂസ് ചെയ്ത x2ഉം 1 ആണ്. സോ എനിക്ക് കിട്ടുന്ന ഏഗൻ വെക്ടർ എന്ന് പറയുന്നത് 1 1 എന്നായിരിക്കും. 10ന് കറസ്പോണ്ടിങ് വെക്ടർ കിട്ടി. ഇനി നമുക്ക് 0ന് കറസ്പോണ്ടിങ് വെക്ടർ കൂടെ കാണാം. 0ന് കറസ്പോണ്ടിങ് എന്ന് പറഞ്ഞാൽ എ ട്രാൻസ്പോസ് എ മൈനസ് 0i ആണ് ഇൻറ്റു എക്സ് ഈക്വൽ ടു 0. ദാറ്റ് മീൻസ് എ ട്രാൻസ്പോസ് എന്റെ മെട്രിക്സ് തന്നെ 5 5 5 5. 0 ആണ് മൈനസ് ചെയ്ത് കൊടുക്കുന്നത് ഡയഗണലിൽ. ഒരു ചേഞ്ചും വരില്ല. x1 x2 0 0 എന്ന് കിട്ടും. ഇത് നമ്മൾ 5x1 പ്ലസ് 5x2 തന്നെയാണ് 2 ചെയ്താലും കിട്ടുക. 5x1 5x2 ഈക്വൽ ടു 0. ദാറ്റ് മീൻസ് 5 കോമൺ ആണ്. x1 പ്ലസ് x2 ഈക്വൽ ടു 0. അതായത് x1 ഇസ് ഈക്വൽ ടു മൈനസ് x2 എന്ന് കിട്ടും. x1 ഈക്വൽ ടു മൈനസ് x2. സോ x1നെ ഞാൻ 1 ചൂസ് ചെയ്താൽ ഏതെങ്കിലും ഒന്ന് ചൂസ് ചെയ്ത് കൊടുക്കുക. x1നെ 1 ചൂസ് ചെയ്താൽ x2 എന്താവും? മൈനസ് 1 ആവും. സോ ഇവിടെ എൻ്റെ വെക്ടർ വരുന്നത് 1 മൈനസ് 1 എന്നാണ്. ഇവിടെ നമുക്ക് വെക്ടർ കിട്ടി 1 1 1 മൈനസ് 1. ഇത് നമ്മൾ കോളമാക്കി എഴുതിയാൽ നമുക്കൊരു മെട്രിക്സ് കിട്ടും. പക്ഷെ നമ്മൾ വി എന്ന് പറയുന്ന മെട്രിക്സും നോർമലാണ്, ഓർത്തോ നോർമലാണ്. ഇനി നമ്മൾ അതൊന്ന് നോർമലൈസ് ചെയ്ത് കൊടുക്കുക. സോ നോർമൽ ആക്കി കഴിഞ്ഞാൽ 1 എന്ത് വേണം? നോം കൊണ്ട് ഡിവൈഡ് ചെയ്ത് കൊടുക്കണം. സ്ക്വയർ റൂട്ട് ഓഫ് 1 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ. നെക്സ്റ്റ് എലമെന്റും 1 ഡിവൈഡഡ് ബൈ സ്ക്വയർ റൂട്ട് ഓഫ് 1 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ. ഞാനിപ്പോൾ 10ന് കറസ്പോണ്ടിങ് ആണ് ഫസ്റ്റ് കോളത്തിൽ നേരത്തെ എഴുതിയത്, അതുപോലെ തന്നെ ഇവിടെ എഴുതണം. നെക്സ്റ്റ് 1 ഡിവൈഡഡ് ബൈ 0ന് കറസ്പോണ്ടിങ് വെക്ടർ ആണിത് 1 സ്ക്വയർ മൈനസ് 1 ഹോൾ സ്ക്വയർ.
and minus 1 divided by square root of 1 square plus minus 1 whole square. ഓർത്തോനോർമൽ ആയിട്ടുണ്ടാവും. അപ്പോൾ നമ്മുടെ വി മെട്രിക്സ് ആണിത്. 1 divided by root 2, 1 by root 2, 1 by root 2, minus 1 by root 2. സോ ഇത് വി മെട്രിക്സ് ആണ്. നമുക്ക് വേണ്ടത് വി ട്രാൻസ്പോസ് ആണ്. നേരെ തിരിച്ചെഴുതാം. 1 by root 2, 1 by root 2, റോ കോളായിട്ട് എഴുതാം, സെയിം തന്നെ എഴുതുക. 1 by root 2 minus 1 by root 2. സോ വി ട്രാൻസ്പോസ് എന്ന് പറയുന്ന മെട്രിക്സ് കിട്ടി. വി ട്രാൻസ്പോസ് കിട്ടിയത് എ ട്രാൻസ്പോസ് എ എന്ന് പറയുന്ന മെട്രിക്സ് എടുത്തിട്ട് എയ്ഗൺ വാല്യൂസും കറസ്പോണ്ടിങ് എയ്ഗൺ വെക്ടറും കണ്ടപ്പോഴാണ്. ഞാൻ 10 എന്ന് പറയുന്ന എയ്ഗൺ വാല്യൂവിന്റെ വെക്ടറാണ് ഫസ്റ്റ് കോളത്തിൽ എഴുതിയത്. അതുകൊണ്ട് തന്നെ ഇതിനും അങ്ങനെ തന്നെ ചെയ്തു. എന്നിട്ട് ട്രാൻസ്പോസ് എടുത്തു. സോ വി ട്രാൻസ്പോസ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് സിഗ്മ ഈ മെട്രിക്സ് ചില ടെക്സ്റ്റുകളിൽ ഇ എന്ന് ഡിനോട്ട് ചെയ്യും. എനിവേ എന്തായാലും സിഗ്മ എയുടെ അതേ ഓർഡർ ആണ് ഇതിന് 2/2. അപ്പോൾ ഇതെങ്ങനെയാണ് എഴുതാന്ന് പറഞ്ഞാൽ ഇതൊരു ഡയഗണൽ മെട്രിക്സ് ആണ്. ഡയഗണൽ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ ഡയഗണലിൽ മാത്രമേ എലമെന്റ്സ് ഉണ്ടാവൂ. സോ ഡയഗണലിൽ മാത്രം എലമെന്റ്സ് വരാൻ ഡയഗണലിലെ എലമെന്റ്സ് നമ്മുടെ എയ്ഗൺ വാല്യൂസിന്റെ റൂട്ട്സ് ആയിരിക്കണം. നമുക്കിവിടെ 2/2 മെട്രിക്സ് 2 എയ്ഗൺ വാല്യൂ കിട്ടി, 10ഉം 0യും. ഞാൻ 10ന് കറസ്പോണ്ടിങ് ആണ് എല്ലാവരുടെയും ഫസ്റ്റ് എഴുതിയത്. സോ 10ന് ഇടുക. 10 എന്നല്ല ഇടേണ്ടത്, റൂട്ടാണ്. ഈ മെട്രിക്സ് എന്ന് പറയുന്നത് സ്ക്വയർ റൂട്ട് ലാംഡ 1, സ്ക്വയർ റൂട്ട് ലാംഡ 2, ബാക്കി 0 ഇങ്ങനെയാണ് വരിക. ഇതാണ് ഇതിന്റെ ജനറൽ ഫോം. സോ റൂട്ട് ലാംഡ 1 10. ഞാൻ 10 ആണ് ഫസ്റ്റ് കോളത്തിൽ ഇട്ടത്, അതുകൊണ്ട് 10 ഫസ്റ്റ് ഇടുക. റൂട്ട് 10. ആൻഡ് നെക്സ്റ്റ് ഡയഗണലിൽ വരുന്നത് നമ്മൾ നെക്സ്റ്റ് എയ്ഗൺ വാല്യൂ 0, റൂട്ട് 0 0 തന്നെയാണ്. സോ 0 ഇടുക. ബാക്കിയെല്ലാം 0 ആണ്. ഡയഗണൽ എലമെന്റ്സ് എയ്ഗൺ വാല്യൂസിന്റെ സ്ക്വയർ റൂട്ട് ആക്കി വെക്കുക. റൂട്ട് 10 0. ഇതാണ് നമ്മുടെ സിഗ്മ മെട്രിക്സ്. ഇപ്പൊ നമുക്ക് എല്ലാ മെട്രിക്സും കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് എനെ സിംഗുലാർ വാല്യൂ ഡീകമ്പോസിഷൻ എഴുതി കഴിഞ്ഞാൽ എ എന്ന് പറയുന്ന മെട്രിക്സ് എ ഇസ് ഈക്വൽ ടു യു സിഗ്മ ബി ട്രാൻസ്പോസ്. ഇതാണ് സിംഗുലാർ വാല്യൂ ഡീകമ്പോസിഷൻ ഓഫ് എ, SVD ഓഫ് എ. ഇപ്പോൾ എ എന്ന് പറയുന്ന മെട്രിക്സ് എന്തായിരുന്നു? ഫസ്റ്റ് നമ്മൾ എഴുതിയ 2 2 1 1. ആൻഡ് യു കിട്ടിയിരിക്കുന്നത് 2/√5, 1/√5, നെക്സ്റ്റ് 1/√5 ആൻഡ് -2 divided by √5 എന്നായിരുന്നു യു കിട്ടിയത്. സിഗ്മ നമുക്കിപ്പോൾ കിട്ടിയ റൂട്ട് 10. ഞാൻ റൂട്ട് 10 ഫസ്റ്റ് ഇട്ടത്. ഇവിടെ ഞാൻ 10ന് കറസ്പോണ്ടിങ് ആണ് എൻ്റെ ഫസ്റ്റ് കോളം, അതുകൊണ്ടാണ് ഇത് ഫസ്റ്റ് ഇട്ടത്. റൂട്ട് 10, ഇത് 0, ബാക്കി 0. സോ നെക്സ്റ്റ് വി ട്രാൻസ്പോസ് വന്നത് 1/√2, 1/√2, 1/√2, -1/√2. സോ ഇതാണ് സിംഗുലാർ വാല്യൂ ഡീകമ്പോസിഷൻ ഓഫ് എ എന്ന് പറയുന്നത്. 2/2 മെട്രിക്സ് ആണ്, എല്ലാം 2/2 ആയിട്ട് കിട്ടും, സ്ക്വയർ മെട്രിക്സ് ആയിട്ട് വരും. സിംഗുലാർ വാല്യൂ ഡീകമ്പോസിഷൻ ഓഫ് എ എന്ന് പറയുന്നത് ഇങ്ങനെ എഴുതുന്നതാണ്. യു സിഗ്മ വി ട്രാൻസ്പോസ് എന്ന് എഴുതാൻ പറ്റും. ഇനി നമുക്ക് സ്ക്വയർ മെട്രിക്സ് അല്ലാത്ത ഒരു റെക്ടാങ്കുലർ മെട്രിക്സ് ആവുമ്പോൾ എങ്ങനെ വരും എന്ന് നോക്കാം. സോ എ ട്രാൻസ്പോസ് എ എന്താണ് കിട്ടിയത്, അത് തന്നെയാണ് ഈ മെട്രിക്സ്. എ ട്രാൻസ്പോസ് എന്തായിരുന്നു കിട്ടിയത്? എ ട്രാൻസ്പോസ് എ എന്ന് പറയുന്നത് ഡയഗണലിൽ 1ഉം ബാക്കി 1 0 0 1 0 0. എക്സ് എന്ന് പറയുന്നത് x1 x2 x3 ഈക്വൽ ടു 0 0 0 വരും. നമ്മളിത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ x1 പ്ലസ് x2 ഈക്വൽ ടു 0. നെക്സ്റ്റ് റോയും അത് തന്നെയാണ് തരിക, x1 പ്ലസ് x2 ഈക്വൽ ടു 0. ഫൈനൽ റോ എടുത്താൽ x3 ഈക്വൽ ടു 0 കിട്ടും. x3 0 ആയി. ആൻഡ് ഇത് സോൾവ് ചെയ്താൽ x1 ഈക്വൽ ടു -x2 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒന്ന് ചൂസ് ചെയ്യാം. x1ന് 1 ചൂസ് ചെയ്തു. x2 എന്തായി? -1 ആയി. x3 ഓൾറെഡി കിട്ടി. അപ്പോൾ 1 -1 0. അപ്പോൾ 0ന് കിട്ടി, 1ൻ്റെ കിട്ടി, 2ൻ്റെ കിട്ടി. നമ്മൾ നേരത്തെ 2ന് കിട്ടിയതായിരുന്നു
ഫസ്റ്റ് കോളമായിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നത് യു കാണുമ്പം 2ൻ്റെ കറസ്പോണ്ടിങ് വെക്ടർ 1 0നെയാണ് ഫസ്റ്റ് എഴുതിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 2 തന്നെ എഴുതണം, സെക്കൻഡ് 1 ആണ്. അപ്പം അങ്ങനെ തന്നെ മെട്രിക്സ് എഴുതാം. അപ്പോൾ ഇവിടെ നമ്മൾ നോർമലൈസ് ചെയ്യണം. നമുക്ക് കിട്ടിയ മെട്രിക്സ് 1 1 0 ആൻഡ് 0 0 1ഉം 1 -1 0യും ആയിരുന്നു. 0 0 1ഉം 1 -1 0യും. അപ്പം ഇതിനൊന്ന് നോർമലൈസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഓർത്തോ നോർമലാക്കണം. ഓർത്തോ നോർമലാക്കാൻ വേണ്ടി നോം കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 1 ഡിവൈഡഡ് ബൈ 1 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ പ്ലസ് 0 സ്ക്വയർ. 1 ഡിവൈഡഡ് ബൈ 1 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ പ്ലസ് 0 സ്ക്വയർ √2 0 0 0. 1 ഡിവൈഡഡ് ബൈ സ്ക്വയർ റൂട്ട് ഓഫ് 1 സ്ക്വയർ 0 സ്ക്വയർ 0 സ്ക്വയർ. 1 ഡിവൈഡഡ് ബൈ സ്ക്വയർ റൂട്ട് ഓഫ് 1 സ്ക്വയർ -1 സ്ക്വയർ 0 സ്ക്വയർ. -1 ഡിവൈഡഡ് ബൈ സ്ക്വയർ റൂട്ട് ഓഫ് 1 സ്ക്വയർ -1 സ്ക്വയർ 0 സ്ക്വയർ. ഇത് 0. സോ നമുക്ക് കിട്ടുന്ന വി എന്ന് പറയുന്ന മെട്രിക്സ് ഇതാണ്. 1/√2 1/√2 0 0 0 1/√1 ആണ്. സോ അത് 1 തന്നെയാണ്. സോ 1. നെക്സ്റ്റ് 1/√2 -1/√2 0. ഇതാണ് നമ്മളെ വി കിട്ടുന്നത്. അപ്പോൾ വി ട്രാൻസ്പോസ് എടുക്കാം. വി ട്രാൻസ്പോസ് 1/√2 1 0 1/√2 1/√2 0 -1/√2 ആൻഡ് തേർഡ് വരുന്നത് 0 1 0. സോ ഇതാണ് വി ട്രാൻസ്പോസ് കിട്ടുക. അപ്പോൾ നമുക്ക് എനെ എങ്ങനെ എഴുതാം? എ ഇസ് ഈക്വൽ ടു യു സിഗ്മ വി ട്രാൻസ്പോസ്. ഇപ്പോൾ യു സിഗ്മ വി ട്രാൻസ്പോസ്. യു കിട്ടിയിരിക്കുന്നത് 1 0 0 1 ഐഡൻറ്റിറ്റി ആയിരുന്നു. ഇനി സിഗ്മ എഴുതിയില്ല നമ്മൾ. സിഗ്മ എങ്ങനെ എഴുതാം? സിഗ്മ എൻ്റെ അതേ ഓർഡറിലാണ് എഴുതേണ്ടത്. എ എന്ന് പറയുന്നത് 2/3 ആയിരുന്നു ഓർഡർ. ഇതും 2/3 ആണ് വേണ്ടത്. അപ്പോൾ ഞാൻ പറഞ്ഞു എയ്ഗൺ വാല്യൂസ് ആണ് ഡയഗണലിൽ വേണ്ടത്. സോ ഫസ്റ്റ് ഞാൻ 2നെയാണ് എടുത്തത്. അപ്പോൾ എയ്ഗൺ വാല്യൂവിൻ്റെ സ്ക്വയർ √2. നെക്സ്റ്റ് 1 ആയിരുന്നു. √1 1 തന്നെയാണ്. നെക്സ്റ്റ് വേണ്ടത് 0 ആണ്. 0. അപ്പോൾ ബാക്കിയുള്ളതെല്ലാം 0. ഇത് ഡയഗണൽ മെട്രിക്സ് ആണ്. ഡയഗണലിൽ എയ്ഗൺ വാല്യൂസിൻ്റെ സ്ക്വയർ റൂട്ട് ഇട്ട് കൊടുക്കുക. ഇങ്ങനെയാണ് വരിക. നമുക്ക് 2/3 മെട്രിക്സ് ആണ് എ എന്ന് പറയുന്ന ഓർഡർ. അപ്പോൾ ഇത് 2/3 തന്നെ വേണം. ഇപ്പോൾ 2 റോയും 3 കോളം, അതായത് ഈ കോളം വേണ്ട. അപ്പോൾ ഇവിടെ നിർത്തിയാൽ മതി. നമുക്ക് എന്താണോ വേണ്ടത് അവിടെ വെച്ച് നിർത്താം. ഇതാണ് വരുന്നത്. അതുകൊണ്ടാണ് ഞാൻ 0നെ ലാസ്റ്റ് ഇട്ടത്. 0 എന്ന് പറയുന്ന 0 ഒരു എക്സ്ട്രാ ഐഗൺ വാല്യൂ ആണ്. എ ട്രാൻസ്പോസ് എ കണ്ടപ്പോഴും എ ട്രാൻസ്പോസ് കണ്ടപ്പോഴും നോൺ 0 വന്ന ഐഗൺ വാല്യൂസ് എടുക്കുക. ബാക്കി റോ 0 ഇട്ട് കൊടുക്കുക. ബാക്കി കോളം എക്സ്ട്രാ കോളം വരുന്നതോ റോ വരുന്നോ ഉണ്ടെങ്കിൽ 0 ഇട്ട് കൊടുക്കുക. സോ √2 √1 1 തന്നെ. അപ്പോൾ സിഗ്മ എന്താ വന്നത്? √2 0 0 0 1 0. ഇനി വി ട്രാൻസ്പോസ് ഇപ്പം നമുക്ക് കിട്ടി 1/√2 1/√2 0 0 0 1 1/√2 -1/√2 0. അപ്പോൾ ഇതാണ് എയ്ഗൺ ഡീകമ്പോസിഷൻ, എസ് വിയുടെ സിംഗുലാർ വാല്യൂ ഡീകമ്പോസിഷൻ ഓഫ് എ എന്ന് പറയുന്നത്. എ മെട്രിക്സിന് യു സിഗ്മ പി ട്രാൻസ്പോസ്. എ ഒരു ഇപ്പം നമ്മളെടുത്തത് റെക്റ്റാങ്കുലാർ മെട്രിക്സ് 2/3 മെട്രിക്സ് ആണ്. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ സിംഗുലാർ വാല്യൂ ഡീകമ്പോസിഷൻ വരുന്നത്. ഓക്കെ. സോ എ ട്രാൻസ്പോസ് എ എന്താണ് കിട്ടിയത് അത് തന്നെയാണ് ഈ മെട്രിക്സ്. എ ട്രാൻസ്പോസ് എന്തായിരുന്നു കിട്ടിയത്? സോ എ ട്രാൻസ്പോസ് എ എന്ന് പറയുന്നത് ഡയഗണലിൽ 1ഉം ബാക്കി 1 0 0 1 0 0. എക്സ് എന്ന് പറയുന്നത് x1 x2 x3 ഈക്വൽ ടു 0 0 0 വരും. നമ്മളിത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ x1 + x2 ഈക്വൽ ടു 0.
നെക്സ്റ്റ് റോയും അത് തന്നെയാണ് തരിക. x1 പ്ലസ് x2 ഈക്വൽ ടു 0. ഫൈനൽ റോ എടുത്താൽ x3 ഈക്വൽ ടു 0 കിട്ടും. x3 0 ആയി. ആൻഡ് ഇത് സോൾവ് ചെയ്താൽ x1 ഈക്വൽ ടു മൈനസ് x2 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒന്ന് ചൂസ് ചെയ്യാം. x1ന് 1 ചൂസ് ചെയ്തു. x2 എന്തായി? -1 ആയി. x3 ഓൾറെഡി കിട്ടി. അപ്പോൾ 1 - 1 0. അപ്പോൾ 0ന് കിട്ടി, 1ൻ്റെ കിട്ടി, 2ൻ്റെ കിട്ടി. നമ്മൾ നേരത്തെ 2ന് കിട്ടിയതായിരുന്നു ഫസ്റ്റ് കോളമായിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നത്. യു കാണുമ്പം 2ൻ്റെ കറസ്പോണ്ടിങ് വെക്ടർ 1 0നെയാണ് ഫസ്റ്റ് എഴുതിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 2 തന്നെ എഴുതണം. സെക്കൻഡ് 1 ആണ്. അപ്പോൾ അങ്ങനെ തന്നെ മെട്രിക്സ് എഴുതാം. അപ്പോൾ ഇവിടെ നമ്മൾ നോർമലൈസ് ചെയ്യണം. നമുക്ക് കിട്ടിയ മെട്രിക്സ് 1 1 0 ആൻഡ് 0 0 1ഉം 1 - 1 0യും ആയിരുന്നു. 0 0 1ഉം 1 - 1 0യും. അപ്പോൾ ഇതിനെ ഒന്ന് നോർമലൈസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഓർത്തോ നോർമലാക്കണം. ഓർത്തോ നോർമലാക്കാൻ വേണ്ടി നോം കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 1 ഡിവൈഡഡ് ബൈ 1 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ പ്ലസ് 0 സ്ക്വയർ. 1 ഡിവൈഡഡ് ബൈ 1 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ പ്ലസ് 0 സ്ക്വയർ √2 0 0 0. 1 ഡിവൈഡഡ് ബൈ സ്ക്വയർ റൂട്ട് ഓഫ് 1 സ്ക്വയർ 0 സ്ക്വയർ 0 സ്ക്വയർ. 1 ഡിവൈഡഡ് ബൈ സ്ക്വയർ റൂട്ട് ഓഫ് 1 സ്ക്വയർ -1 സ്ക്വയർ 0 സ്ക്വയർ. -1 ഡിവൈഡഡ് ബൈ സ്ക്വയർ റൂട്ട് ഓഫ് 1 സ്ക്വയർ -1 സ്ക്വയർ 0 സ്ക്വയർ. ഇത് 0. സോ നമുക്ക് കിട്ടുന്ന v എന്ന് പറയുന്ന മെട്രിക്സ് ഇതാണ്. 1/√2 1/√2 0 0 0 1/√1 ആണ്. സോ അത് 1 തന്നെയാണ്. 1. നെക്സ്റ്റ് 1/√2 -1/√2 0. ഇതാണ് നമ്മളെ v കിട്ടുന്നത്. അപ്പോൾ v ട്രാൻസ്പോസ് എടുക്കാം. v ട്രാൻസ്പോസ് 1/√2 1 0 1/√2 1/√2 0 -1/√2 ആൻഡ് തേർഡ് വരുന്നത് 0 1 0. അപ്പോൾ ഇതാണ് v ട്രാൻസ്പോസ് കിട്ടുക. അപ്പോൾ നമുക്ക് എനെ എങ്ങനെ എഴുതാം? a is equal to u സിഗ്മ v ട്രാൻസ്പോസ്. ഇപ്പോൾ u സിഗ്മ v ട്രാൻസ്പോസ്. u കിട്ടിയിരിക്കുന്നത് 1 0 0 1 ഐഡൻറ്റിറ്റി ആയിരുന്നു. ഇനി സിഗ്മ എഴുതിയില്ല നമ്മൾ. സിഗ്മ എങ്ങനെ എഴുതാം? സിഗ്മ എൻ്റെ അതേ ഓർഡറിലാണ് എഴുതേണ്ടത്. എ എന്ന് പറയുന്നത് 2/3 ആയിരുന്നു ഓർഡർ. ഇതും 2/3 ആണ് വേണ്ടത്. അപ്പോൾ ഞാൻ പറഞ്ഞു എയ്ഗൺ വാല്യൂസ് ആണ് ഡയഗണലിൽ വേണ്ടത്. സോ ഫസ്റ്റ് ഞാൻ 2നെയാണ് എടുത്തത്. അപ്പോൾ എയ്ഗൺ വാല്യൂവിൻ്റെ സ്ക്വയർ റൂട്ട് 2. നെക്സ്റ്റ് 1 ആയിരുന്നു. √1 1 തന്നെയാണ്. നെക്സ്റ്റ് വേണ്ടത് 0 ആണ്. 0. അപ്പോൾ ബാക്കിയുള്ള എല്ലാം 0. ഇത് ഡയഗണൽ മെട്രിക്സ് ആണ്. ഡയഗണലിൽ എയ്ഗൺ വാല്യൂസിൻ്റെ സ്ക്വയർ റൂട്ട് ഇട്ട് കൊടുക്കുക. ഇങ്ങനെയാണ് വരിക. നമുക്ക് 2/3 മെട്രിക്സ് ആണ് എ എന്ന് പറയുന്ന ഓർഡർ. അപ്പോൾ ഇത് 2/3 തന്നെ വേണം. ഇപ്പോൾ 2 റോയും 3 കോളം, അതായത് ഈ കോളം വേണ്ട. അപ്പോൾ ഇവിടെ നിർത്തിയാൽ മതി. നമുക്ക് എന്താണോ വേണ്ടത് അവിടെ വെച്ച് നിർത്താം. ഇതാണ് വരുന്നത്. അതുകൊണ്ടാണ് ഞാൻ 0നെ ലാസ്റ്റ് ഇട്ടത്. 0 എന്ന് പറയുന്ന 0 ഒരു എക്സ്ട്രാ ഐഗൺ വാല്യൂ ആണ്. എ ട്രാൻസ്പോസ് എ കണ്ടപ്പോഴും എ ട്രാൻസ്പോസ് കണ്ടപ്പോഴും നോൺ സീറോ വന്ന ഐഗൺ വാല്യൂസ് എടുക്കുക. ബാക്കി റോ 0 ഇട്ട് കൊടുക്കുക. ബാക്കി കോളം എക്സ്ട്രാ കോളം വരുന്നതോ റോ വരുന്നുണ്ടെങ്കിൽ 0 ഇട്ട് കൊടുക്കുക. സോ √2 √1 1 തന്നെ. അപ്പോൾ സിഗ്മ എന്താ വന്നത്? √2 0 0 0 1 0. ഇനി v ട്രാൻസ്പോസ് ഇപ്പം നമുക്ക് കിട്ടി 1/√2 1/√2 0 0 0 1 1/√2 -1/√2 0. അപ്പോൾ ഇതാണ് ഐഗൺ ഡീകമ്പോസിഷൻ, SVD സിംഗുലാർ വാല്യൂ ഡീകമ്പോസിഷൻ ഓഫ് എ എന്ന് പറയുന്നത്. എ മെട്രിക്സിന് യു സിഗ്മ പി ട്രാൻസ്പോസ്. എ ഒരു ഇപ്പം നമ്മളെടുത്തത് റെക്റ്റാങ്കുലാർ മെട്രിക്സ് 2/3 മെട്രിക്സ് ആണ്. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ സിംഗുലാർ വാല്യൂ ഡീകമ്പോസിഷൻ വരുന്നത്. ഓക്കെ.